ഇപ്പോൾ വിനോദ് നമുക്കൊപ്പം തുടരുകയാണ്. വിനോദ്, കേരളത്തെ ഒന്നാകെ ഞെട്ടിച്ച ഒരു കൊള്ള, അത് എത്രയോ വർഷമായി തുടർന്നു വന്ന കുറ്റകൃത്യങ്ങളാണ്. പല തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. ആശ്ചര്യമായിരുന്നു ഈ കേസ് തുടക്കം മുതൽ തന്നെ മലയാളി പ്രേക്ഷകർക്ക്, വിശ്വാസി സമൂഹത്തിനപ്പുറം സാധാരണക്കാരായിട്ടുള്ള എല്ലാ മലയാളികൾക്കും ഇത് കേൾക്കുമ്പോൾ വളരെ ആശ്ചര്യമായിരുന്നു. ഇതിന്റെ ഓരോ വഴികളും, ഈ തട്ടിപ്പും കൊള്ളയും ഒക്കെ എങ്ങനെ നടന്നു എന്നതിനെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഒരുപക്ഷെ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിനപ്പുറമുള്ള കാര്യങ്ങളാണ് പല ഘട്ടങ്ങളിലും നടന്നത് എന്ന് തന്നെ പറയാം. നമ്മൾ ഈ കേസിന്റെ നാൾ വഴികളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കുബുദ്ധി തന്നെയാണോ ഈ വർഷങ്ങൾക്ക് ശേഷം ഈ തട്ടിപ്പ് പുറത്തേക്ക് കൊണ്ടുവരുന്നതിന് വഴിവെച്ചത് എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? ഒരു കീഴ്ശാന്തിയുടെ സഹായിയായി മാത്രം എത്തിയ ആളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. അതിനുശേഷം വർഷങ്ങളോളം അവിടെ നിൽക്കുകയും പിന്നീട് അവിടെ നിന്ന് ചില സ്വഭാവ ദൂഷ്യത്തിൻ്റെ പേരിൽ പുറത്താക്കപ്പെടുകയും ബാംഗ്ലൂരിലേക്ക് പോവുകയും അവിടെ ചില വ്യവസായികളുമായി ബന്ധം സ്ഥാപിക്കുകയും ആ വ്യവസായികൾ, നമുക്കറിയാം തമിഴ്നാടും ആന്ധ്രയും കർണാടകയും ഒക്കെ വളരെ വിശ്വാസികളുള്ള സ്ഥലമാണ്. അവിടെ നിന്ന് അതിസമ്പന്നർ ശബരിമലയിലേക്ക് വരുന്ന ഒരു രീതിയുണ്ട്. ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാവുന്നതാണ്. അവിടെ നടത്തുന്ന നേർച്ചകൾ, അങ്ങനെയുള്ള അവരുടെ സമർപ്പണങ്ങൾ, ഇതെല്ലാം തന്നെ നോക്കുമ്പോൾ വളരെ വ്യക്തമാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്ന ആളുകൾ അവരെ സ്വാധീനിക്കുകയും അവരുടെ ഒരു ഏജൻ്റായി, അല്ലെങ്കിൽ അവരെ ഇവിടെ എത്തിച്ച് അവർക്കാവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഇടനിലക്കാരനായി മാറുന്ന നില. മാത്രമല്ല, ഈ വിജിലൻസിൻ്റെ ആദ്യത്തെ പരിശോധനയിൽ തന്നെ മനസ്സിലായത് ഈ ഏറ്റെടുത്ത നേർച്ചകളെല്ലാം തന്നെ, അല്ലെങ്കിൽ ഈ സ്പോൺസർഷിപ്പുകളെല്ലാം തന്നെ പൂർത്തീകരിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സമ്പത്തുണ്ട്, പക്ഷേ അതെല്ലാം തന്നെ ഈ തരത്തിൽ ഇടനിലം നിന്ന് സമ്പാദിച്ച സ്വത്തുക്കളാണ് എന്ന കാര്യത്തിലേക്കാണ് ഇപ്പോൾ ചെന്നെത്തുന്നത്. മാത്രമല്ല, ഈ സ്വർണം കൊണ്ടുപോയി ഏതാണ്ട് 39 ദിവസം കഴിഞ്ഞാണ് അവിടെ എത്തുന്നത്. ഇതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കേന്ദ്രത്തിലേക്ക് പോകുന്നത്. അവിടെ അതുവരെ ഇത് എവിടെയെല്ലാം കൊണ്ട് സഞ്ചരിച്ചു, എറണാകുളത്തും കോട്ടയത്തുമൊക്കെ കൊണ്ടുപോവുകയും അവിടെ പൂജ നടത്തുകയും ചെയ്ത പല ക്ഷേത്രങ്ങളിലും വീടുകളിലുമൊക്കെ കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇതിനകം തന്നെ പുറത്തു വന്നിരുന്നു. സ്പോൺസറുടെ ക്ഷേത്രത്തിലേക്കടക്കം, മലയാളിയായ ഒരു സ്പോൺസറാണ് അദ്ദേഹം, പിന്നീട് മരണപ്പെടുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് ഇത് ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യം, ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യം, ഇങ്ങനെ വളരെ സ്വതന്ത്രമായി ശബരിമലയിലെ സ്വർണം കൊണ്ടു നടക്കാൻ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ മഹസറിൽ എഴുതിയിരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെ ഏറ്റവും വലിയ സംശയങ്ങൾ അവശേഷിക്കുന്നത്. എങ്ങനെയാണ് ഈ സ്വർണ്ണപ്പാളി കൊണ്ടുപോകുമ്പോൾ അത് ചെമ്പുപാളി എന്ന് തരത്തിൽ എഴുതുന്നത്? പത്മകുമാറിൻ്റെ മകൻ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്പോൺസറായി മാറുന്നത്? വാസുവിന് ഇതിൽ എന്താണ് പ്രത്യേക താല്പര്യമുള്ളത്? അതിന് മുകളിലേക്ക് എന്തെങ്കിലും രാഷ്ട്രീയ താല്പര്യമുള്ള ആളുകളുണ്ടായിരുന്നു. അന്നത്തെ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച രാഷ്ട്രീയ നേതൃത്വമുണ്ട്. അതിലൊക്കെ ആർക്കൊക്കെ ഇതിൽ പങ്കുണ്ട് എന്നത് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യമായി അവശേഷിക്കുന്നത്. ഇതിൽ ഒന്നാം പ്രതിയായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചേർക്കുമ്പോൾ ഒരുപക്ഷെ സർക്കാർ ഏജൻസി ആയതുകൊണ്ട് മാത്രമായിരിക്കും ദേവസ്വം ബോർഡ് എന്നെ മാത്രം പ്രതിയാക്കുന്നത്. അതിലെ അന്നത്തെ ആളുകളെയോ ഇന്നത്തെ ആളുകളെയോ പേരെടുത്ത് പറയാതെ ദേവസ്വം ബോർഡ് പ്രതി എന്ന തരത്തിൽ ഒരു ഒഴുക്കൻ മട്ടിലുള്ള രീതിയിൽ പ്രതിപട്ടികയിൽ ചേർത്ത് പോകുന്ന രീതി. പക്ഷേ കേന്ദ്ര ഏജൻസികൾ അന്വേഷണത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇതായിരിക്കില്ല സ്ഥിതി. കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം പോകുന്ന സ്ഥിതി ഉണ്ടാകും. എന്നാലും കോൺഗ്രസ് ഉന്നയിക്കുന്ന ഒരു ആരോപണം, ഇതുവരെയുള്ള കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം അത് എവിടെയും എത്തുന്നില്ല, കുറച്ച് വരുന്നു, CPM-മായി ഡീലുണ്ടാക്കുന്നു, തിരികെ പോകുന്നു എന്ന തരത്തിലാണ്. ഏതായിരുന്നാലും ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ആവശ്യപ്പെടും എന്ന് തന്നെയാണ്. ഇതിന് വലിയ രാഷ്ട്രീയ മാനങ്ങൾ കൂടിയുണ്ടായിരിക്കുക, നമ്മളത് എടുത്തു കാണേണ്ട കാര്യമാണ്. കാരണം അയ്യപ്പ സംഗമം നടത്തുമ്പോൾ SNDP യോഗത്തിൻ്റെ വലിയ പിന്തുണ, അകമഴിഞ്ഞ പിന്തുണയാണ്. വെള്ളാപ്പള്ളി നടേശൻ കുറേ കാലങ്ങളായി പിണറായി വിജയനുമായി ചേർന്ന് നിൽക്കുന്ന ആളാണ്, സർക്കാരുമായി ചേർന്ന് നിൽക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ പിന്തുണയിൽ വലിയ അതിശയമില്ല. പക്ഷേ NSS വരുന്നു. NSSൻ്റെ വലിയ പിന്തുണ അയ്യപ്പ സംഗമത്തിന് ശേഷം സർക്കാരിന് ലഭിക്കുന്നു. നേരത്തെ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ മാറ്റി, അതായത് ഈ യുവതി പ്രവേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, അതിലൊരു തിരുത്തൽ വരുത്തി സർക്കാർ ഇങ്ങനെ ചെയ്യുമ്പോൾ അതിനെ പിന്തുണയ്ക്കാം എന്ന രീതിയിലേക്ക് NSS വരുന്നു. ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ വരുന്നു. അദ്ദേഹത്തിനെതിരെ വലിയ തോതിലുള്ള എതിർ പ്രചരണം, ഫ്ലക്സ് ബോർഡുകൾ ഉൾപ്പെടെ സ്ഥാപിച്ച് കരയോഗങ്ങളിലും താലൂക്ക് യൂണിയനുകളിലും ഒക്കെ തന്നെ സുകുമാരൻ നായർക്കെതിരെയുള്ള പ്രചരണം നടക്കുന്നു. അപ്പോഴും അദ്ദേഹം എടുത്ത നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. പക്ഷേ വളരെ പെട്ടെന്നാണ് ഈ സ്വർണ്ണ കവർച്ചയുടെ വിവരങ്ങൾ പുറത്തു വരുന്നത്. അതോടുകൂടി SNDP യോഗവും NSSും ഈ അയ്യപ്പ സംഗമത്തിന് നൽകിയ പിന്തുണയിൽ നിന്ന് പിന്നാക്കം പോകുന്നു എന്ന് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം.
ഇന്നലെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് ദേവസ്വം ബോർഡ് പൂർണ്ണമായും അഴിച്ചു പണിയണമെന്നാണ്. അതിൻ്റെ തലപ്പത്ത് IAS കൊണ്ടുവരണമെന്നാണ്. രാഷ്ട്രീയക്കാർ ദേവസ്വം ബോർഡിൻ്റെ മുകളിൽ വേണ്ട എന്ന ഒരു നിലപാടിലേക്ക് വെള്ളാപ്പള്ളി നടേശന് പോലും പോകേണ്ടി വന്നത് ഇതിൻ്റെ ഒരു ആഴം കൊണ്ടാണ്, ഇതിൻ്റെ ഒരു ഗ്രാവിറ്റി കൊണ്ടാണ്. ഈ കേസിൻ്റെ ഒരു കുറ്റകൃത്യത്തിൻ്റെ അതിൻ്റെ ഒരു വ്യാപ്തിയും അതിൻ്റെ ഒരു ഗൗരവം കൊണ്ടാണ് അദ്ദേഹത്തിന് പോലും അങ്ങനെ പറയേണ്ടി വരുന്നത്. സ്വാഭാവികമായും NSSും ഇക്കാര്യത്തിൽ എതിർ ശബ്ദമുയർത്തുന്നുണ്ട്. NSSൻ്റെ നേതൃത്വവും നേരത്തെ സർക്കാരിന് അയ്യപ്പ സംഗമത്തിൽ പിന്തുണ നൽകിയെങ്കിലും ഈ ശബരിമലയിൽ നിന്ന് തന്നെ സ്വർണം നഷ്ടമായി എന്നത്, അത് വലിയ തോതിൽ സ്വർണം നഷ്ടമായി എന്നത് NSSനെ സംബന്ധിച്ചും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യമല്ല, അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇതിൽ പ്രതികളെ പിടിക്കണം, കുറ്റക്കാരെ കണ്ടെത്തണം എന്ന് സാമുദായിക സംഘടനകൾ പോലും മാറിപ്പറയുന്ന നിലയിലേക്ക് പോകുമ്പോൾ പ്രതിസന്ധിയിലാകുന്നത് സർക്കാരാണ്. ദേവസ്വം ബോർഡ് എന്ന് പറയുമ്പോഴും അത് കഴിഞ്ഞ 2 സർക്കാരുകൾ, ഈ സർക്കാരും കഴിഞ്ഞ സർക്കാരും, അത് ഇടത് സർക്കാരുകളാണ്. അവിടെ വന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരടക്കം, അന്ന് അവിടെ ബോർഡ് അംഗങ്ങളായി വന്ന ആളുകളടക്കം സംശയനിലയിലേക്ക് വരുന്നു. ബോർഡ് പ്രതിയാകുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ നമ്മൾ കാണേണ്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റിയോ അവിടെയുള്ള ചില ഉദ്യോഗസ്ഥരോ മാത്രമല്ല. ഒരു ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യുന്നു, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഇതുകൊണ്ട് ഇത് അവസാനിക്കാൻ പോകുന്ന ഒരു കാര്യമല്ല. അതെ, ആ ഉദ്യോഗസ്ഥരുടെ അറസ്റ്റ് അടക്കമുള്ള വിശദാംശങ്ങളിലേക്ക് നമുക്ക് മടങ്ങി എത്തണം.